ആ വീടിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് പേര് വന്ന് കാത്തു നിൽക്കുന്നുണ്ടോ? ആ ഖലീഫ ഉമറാണ് തന്റെ ആ മക്കളോട് പറയുകയാണ്, യതീമാണ്, കൊട്ടാരമില്ല, സമ്പാദ്യമില്ല, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്, പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളയുണ്ട്. ആരാ കല്യാണം കഴിക്കുന്നത്? നിങ്ങളിൽ ആരാ കല്യാണം കഴിക്കുന്നത്? ഉമർ തങ്ങളുടെ മൂത്ത മകൻ പറയുകയാണ്, എനിക്ക് ദീനുള്ളതിന് മതി, എനിക്ക് അല്ലാഹുവിനെ പേടിയുള്ളതിന് മതി, പണമല്ല, സൗന്ദര്യമല്ല, എനിക്ക് വേണ്ടത് പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ്. ആ യതീമായ മകളെ ഉമർ തങ്ങളുടെ മകനെ വിവാഹം കഴിക്കുകയാ. പരിഗണിച്ചത് ദീനാണ്, സൗന്ദര്യമല്ല, കൊട്ടാരമല്ല, പടച്ചവനെ അധികാരമല്ല, അറിയപ്പെടുന്ന കുടുംബമല്ല, യതീമായ ഒരു പെണ്ണുമോള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നാര മകനവിടെ വിവാഹം കഴിക്കുകയാ. പഠിക്കുമെന്നത് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു തആല വലിയ പണ്ഡിതനാ. ഹാത്തിമുൽ അസ്സം തങ്ങൾ കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് പോവാ, തങ്ങൾ വരുന്നുണ്ടോ? തങ്ങൾ ഹജ്ജിന് വരുന്നുണ്ടോ? അപ്പൊ ഹാത്തിമുൽ അസ്സം തങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം, നിങ്ങൾ പോകാൻ. അപ്പൊ ഈ ചെറിയ ഒരു മകളുണ്ട്, ഈ മകൾ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എന്താ ഹജ്ജിന് പോകാതെ? അപ്പൊ പറഞ്ഞു, മോളെ, എന്റെ കയ്യില് പൈസ കുറച്ചേ ഉള്ളൂ, ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ ഉണ്ട്, പക്ഷെ ഇത്തിരി വലിയ പൈസ ഒന്നുമില്ല. വാപ്പ ഹജ്ജിന് പോകും. മോള് പറയാ, വാപ്പ ഹജ്ജിന് പോകാൻ. അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാ ഞങ്ങളുടെ കാര്യം ആരാ നോക്കുക? നിങ്ങളുള്ള പൈസ എല്ലാം നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ കുറെ നാളെടുക്കും. അപ്പൊ ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ പട്ടിണി എടുക്കേണ്ടി വരും, ഞങ്ങൾക്ക് ആരാ ഭക്ഷണം തരിക? അപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഈ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ചെറിയ മകൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു ചോദ്യം, അല്ല, നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്നത് അല്ലാഹുവാണോ വാപ്പാണോ? ഈ ചെറിയ കുട്ടികളുടെ ചോദ്യമാ. ഇവരെല്ലാരും പറയുന്നു, നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം നോക്കാം, നിങ്ങൾ പട്ടിണിയാവും, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന എവിടുന്ന? അപ്പൊ ഈ ചെറിയ മകൾ എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്ന അല്ലാഹുവാണോ വാപ്പാണോ? അല്ലാഹുവേ തരുന്ന, പിന്നെന്തിനാ വാപ്പാനെ തടയണ? വാപ്പ ഹജ്ജിന് പോയാൽ. ആ ചെറിയ കുട്ടി പറഞ്ഞു, വാപ്പ ഹജ്ജിന് പോകാൻ. അങ്ങനെ വാപ്പ ഹജ്ജിന് പോയി. കുറെ നാളുകൾ കഴിഞ്ഞു, വീട്ടിൽ തിന്നാൻ ഭക്ഷണമില്ല, പട്ടിണിയായി. അപ്പൊ ഈ ചെറിയ കുട്ടി, എല്ലാവരും പട്ടിണിയാ, ഈ ചെറിയ കുട്ടി പോയിട്ട് ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കുന്നു, ഇവിടെ ഒന്നുമില്ല. ഓള് വിശന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ കൂടപ്പുറപ്പുകൾ പറഞ്ഞു, നീ ഒറ്റ ഒരുത്തിയാ വാപ്പാനെ പറഞ്ഞു വിട്ടെ. ഇവിടെ നിന്ന വാപ്പാനെ ഇളക്കിയിട്ട് ഹജ്ജിനെ പറഞ്ഞു വിട്ടത് നീയല്ലേ പറഞ്ഞ അല്ലാഹു ഭക്ഷണം തരുമെന്ന് പേടിച്ചില്ലടി. എല്ലാം കൂടെ ഈ വെള്ളം നെഞ്ചത്തോട്ട് കയറി. ഈ ചെറിയ പെൺകുട്ടിക്ക് വല്ലാത്ത സങ്കടമായി. ഈ മോള് ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുന്നു, അല്ലാഹ് എനിക്ക് വിശക്കുന്നു റബ്ബേ. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടിന്റെ വാതിലിൽ ആരോ വന്നു കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഭാര്യ വാതിൽ തുറന്നു നോക്കിയപ്പോ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ, കാണാൻ അഴകുള്ള ഒരു സുന്ദരമായ മനുഷ്യൻ പറയാൻ, എനിക്ക് വല്ലതും തിന്നാന്താ, ഇങ്ങനെ യാചിക്കാൻ, എനിക്ക് വല്ലതും താ. അപ്പൊ പറഞ്ഞു, ഇവിടെ തിന്നാനൊന്നുമില്ല, ഇത്തിരി വെള്ളം കുടിക്കാൻ, ഇത്തിരി വെള്ളം താ. ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഭാര്യ വെള്ളം കൊടുത്തു കുടിക്കാൻ. ഇയാൾ ആർത്തിയോടെ ഇങ്ങനെ കുടിക്കുക. നിങ്ങളെ നല്ല പരിചയമുണ്ടല്ലോ, നിങ്ങൾ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, നിങ്ങൾ ആരാ? അപ്പൊ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാ, ഞാൻ പട്ടാളക്കാരുടെ കൂട്ടത്തില് വനത്തില് വേട്ടയ്ക്ക് പോയപ്പോ വഴിതെറ്റിപ്പോയി, ഭക്ഷണം കഴിക്കാനില്ല, കുടിക്കാനില്ല, വിശപ്പ്. ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഭാര്യ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇയാൾ ചെന്തേന്ന്, അല്ല, ഇന്നലെ എന്റെ വീട്ടിൽ തിന്നാനില്ലാതെ എന്റെ മോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞു, രാജ്യത്തെ ഭരണാധികാരി എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുക, തിന്നാനില്ലാതെ, എന്താ അവസ്ഥ? ഇതെന്താ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അപ്പൊ രാജാവ് ചോദിച്ചത് ആരുടെ വീടാണ്? ഇത് ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീട്. അപ്പൊ പട്ടാള കൂടി വന്നു. രാജാവ് തന്റെ അരയിൽ ഇരുന്ന സ്വർണ്ണ നാണയം എടുത്ത് ആ വീടിന്റെ മുമ്പിൽ വെച്ചു. എല്ലാരും വെക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാരും സ്വർണ്ണ നാണയം എടുത്ത് വീടിന്റെ മുറ്റത്ത് വെച്ചപ്പോ ഒരു വലിയ കൂമ്പാരമായി. അപ്പോഴും ആ കുട്ടി ഇരുന്ന് കരയുന്നു. ആ ചെറിയ മോൾ അപ്പോഴും ഇരുന്ന് കരയാ. അപ്പൊ രാജാവ് വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇനി എന്തിനാ കരയണേ? മരിക്കണ കാലം വരെ തിന്നാനുള്ളതില്ല, ഇനി പട്ടിണിയില്ലല്ലോ, ഇനി സങ്കടമില്ലല്ലോ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള പൈസ ഉണ്ടല്ലോ, എന്തിനാ കരയണേ? അപ്പൊ ചെറിയ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുടെ ഒരടിമ എന്റെ വീട്ടിൽ വന്നപ്പോ മരിക്കണ കാലം വരെ തിന്നാൻ കിട്ടിയെങ്കിൽ അല്ലാഹ് വന്നാലോ.
പടച്ച റബ്ബം കാണാൻ വന്നാലോ അതാണ് ആ കുട്ടിയുടെ അറിവ്. അതായിരുന്നു അന്നത്തെ മക്കൾ. പക്ഷെ ഇന്ന് അങ്ങനല്ല. അല്ലാഹു അറിയത്തില്ല, തീർന്നു, ചാവാൻ പോവാ, പ്രതീക്ഷയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് ദീനില്ലാതെ പോകുന്നു? വാപ്പയ്ക്കുമില്ല, ഉമ്മയ്ക്കുമില്ല, മക്കൾക്കുമില്ല. ഉസ്താദിന്റെ ജോലിയല്ല ദീൻ പറഞ്ഞു കൊടുക്കൽ. അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത വാപ്പയ്ക്കുള്ളത്. ആദ്യം പഠിപ്പിക്കണം അല്ലാഹ് ആരാ, രണ്ടാമത് പഠിപ്പിക്കണം നബിതങ്ങൾ ആരാ. ഇത് വാപ്പയുടെ കടമയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ എന്ത് ദീനില്ലാതെ പോകുന്നു? എന്തുകൊണ്ട്? അതുകൊണ്ടാണ് നിക്കാഹിന് പോകുന്ന സമയത്ത് ഉസ്താദന്മാര് പറയും ഈ ഹദീസ് എല്ലാവർക്കും അറിയാം. 4 കാര്യങ്ങൾ: സമ്പത്ത്, സൗന്ദര്യം, കുടുംബ മഹിമ, ദീൻ. ഈ 4 കാര്യമാണ് പരിഗണിക്കേണ്ടത്. ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ദീനിന് പരിഗണന കൊടുക്കണം. കല്യാണം കഴിക്കുമ്പോ പോലും, വിവാഹം കഴിക്കുമ്പോ പോലും കിട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദീൻ നോക്കണേ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ദീൻ നോക്കണം. അതുകൊണ്ട് പെങ്ങളെ, നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, ദീനുള്ളവളെ പോലെ ജീവിക്കൂ. ദീനുള്ളവളെ പോലെ ജീവിക്കല്ലാതെ പേക്കൂത്തും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമല്ല കാണുന്നത്. പടച്ചവനെ ഫർദയാണ് ധരിക്കുന്നത്. ഏത് നൂലിമാസം കാണിക്കുന്നവളും ഫർദയാ ധരിക്കുന്നത്. മക്കളെ, അതൊന്നും ഒരു കാര്യമല്ല. അതുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. നിന്നോട് പ്രത്യേകം പറയുന്നത്, നിങ്ങളത് ഉദിക്കും ഏത് വാഴ് പറയുന്ന ഉസ്താദ് വന്നാലും ഞങ്ങളെ കുറ്റം പറയുകയാണ്. ഞങ്ങളാണ് സർവ്വതിനും കാരണമെന്ന് പറയുന്നു. വൈരാഗ്യമൊന്നുമില്ല പെങ്ങളെ, ഒരിക്കലും നിന്നോട് വൈരാഗ്യമില്ല. നീ നന്നായേ പറ്റൂ, നീ നന്നായേ പറ്റൂ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ നന്നാക്കണേ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയാൻ മടി എന്തെന്നറിയോ? ആമീൻ പറയാൻ മടി എന്തെന്നറിയോ? നിനക്ക് അറിയാഞ്ഞിട്ടാ വാപ്പ. എടോ, നീ എത്ര വലിയ തങ്ങളാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കുക തന്നെ വേണം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നീ വലിയ താടിയും തഴമ്പും ഹജ്ജ് ചെയ്ത ആളും ഹാജിയാരും വഴു പറയുന്ന ഉസ്താദും ഏത് കുത്തുബുൽ അഖ്താബാണെങ്കിലും പെണ്ണും പുള്ള നേരെ അല്ലെങ്കിൽ നീ പേടിക്കുക തന്നെ വേണം. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ അത്രയും പ്രസംഗിച്ച ആരും ലോകത്തില്ല. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അല്ലാഹുവിനെ വിശ്വാസമില്ലാത്തവളായിരുന്നു. പടച്ചവനെ വിശ്വാസമില്ല. എന്താ പറ്റിയത്? തന്റെ പൊന്നാര മകൻ കപ്പലിൽ പോകുമ്പോ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങി ചാകാൻ പോവാ. നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർത്തിയിട്ട് പിടിച്ചു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഇത് സാധാരണ വെള്ളപ്പൊക്കമല്ല, ഇത് അള്ളാന്റെ അദാബ. മര്യാദയ്ക്ക് ഇതിനകത്ത് കേറടാ. വാപ്പ പറയാ മോനോട്, കപ്പലിൽ കയറി രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ വാപ്പ മകനോട് പറഞ്ഞു, കപ്പലിൽ കയറിക്കോ, രക്ഷപ്പെടാ, നിങ്ങളുടെ പണി നോക്കിക്കൊള്ളാൻ, ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടുമെന്ന്. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങി മരിച്ചു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ മകൻ? നൂഹ് നബിയുടെ മകൻ ലൂത്ത് നബി അലൈഹിസ്സലാം. അതും പ്രവാചകനാ. ആ ലൂത്ത് നബിയുടെ ഭാര്യ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവളായിരുന്നു. മക്കളും തലതിരിഞ്ഞു പോയി. മക്കളും തലതിരിഞ്ഞു പോയി. ഇതാ പറഞ്ഞ പെണ്ണും പുള്ള നേരെ അല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്കാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിലാ മക്കളെ ഏൽപ്പിച്ചിട്ട് പോന്നെ? ആമിന നോക്കിക്കോന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകും. ആമിന എന്ത് ചെയ്യും? മൊബൈൽ എടുത്ത് മോളുടെ കൈ കൊടുത്തൊക്കെ പറയും, റീൽ എടുക്കടി, ഞാൻ ഡാൻസ് ചെയ്യാൻ. ഉമ്മ ഡാൻസ് ചെയ്യാൻ, മോൾ എടുക്കും. എന്നിട്ട് വന്ന് ചോദിക്കും, കൊള്ളാം, സൂപ്പർ സൂപ്പർ, എന്നാ ഇനി ഉമ്മ വിളിക്കും, ഞാൻ ചെയ്യാം. ഓള് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ നല്ലവരാകണം. പെണ്ണ് നന്നായാലുള്ള ദീനുള്ള പെണ്ണിനെ കിട്ടിയ പ്രയോജനം എന്താ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരൊറ്റ ചരിത്രം കേൾക്കാൻ സമയമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ചരിത്രം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും ഖലീഫയാ. തന്റെ ജനതയുടെ പ്രയാസങ്ങൾ അറിയാൻ ഇങ്ങനെ നടന്ന് സുബഹിയുടെ സമയമാകാറായി. ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. ഉമ്മയും മകളും കൂടെ, ഉമ്മായും മകളും കൂടെ വീടിന്റെ അകത്ത് വല്ലാത്ത വഴക്ക്. ഇപ്പൊ ഉമർ തങ്ങൾ ചിന്തിച്ചു, എന്തേ അല്ല ഇപ്പൊ വഴക്ക്? ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല. ഉമർ തങ്ങൾ അവിടെ നിന്നു, എന്താ പ്രശ്നം എന്നറിയാൻ. അപ്പൊ ഉമ്മ മകളോട് പറയുന്നുണ്ട്, പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കണി. അപ്പൊ മകൾ ഉമ്മാനോട് പറഞ്ഞു, ഇത് പാവം, പാലിൽ വെള്ളം ഒഴിച്ച് പറ്റിക്കുന്നത് വഞ്ചനയാ, ചതിയാ, ഞാൻ ചെയ്യൂല ഉമ്മ. ഉമ്മ പറഞ്ഞു, മര്യാദയ്ക്ക് വെള്ളം ഒഴിക്കുന്നു, ഈ വലിയ മലക്കൊന്നും ആവേണ്ട, ഒഴിക്കടി. അപ്പൊ ഈ പെൺകുട്ടി ഉമ്മാനോട് പറയുന്നുണ്ട്, ഉമ്മച്ചി രാജ്യം ഭരിക്കുന്നത് ഉമർ തങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. ആ ചങ്ങാതി അങ്ങനെ പാലിന് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടെണ്ണത്തിനും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ പറയാ, ഉമർ ഇപ്പൊ നീ പാലിൽ വെള്ളം ഒഴിക്കണമെന്ന് കണ്ടോണ്ട് നടക്കാൻ, ഓ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ, ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ, നീ പാലിൽ വെള്ളം ഒഴിക്കുന്ന ഉമർ എങ്ങനെ അറിയാനാ, നീ ഒഴിക്കലേ. അപ്പൊ ഈ മകള് പറഞ്ഞു, ഉമർ ഉറങ്ങുമായിരിക്കും, ഖലീഫ ഉമർ കിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങണില്ല ഉമ്മ, പടച്ച റബ്ബ് ഉറങ്ങണില്ല, അല്ല കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിടും. ഉമർ തങ്ങൾ അവർ വീട് നമ്മൾ നോക്കി വെച്ചു, ഒരടയാളം വെച്ചു. എന്നിട്ട് സുബഹി കഴിഞ്ഞു ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടി ആരാണെന്ന് പോയി നോക്കാൻ, ആ പെൺകുട്ടി ആരാണെന്ന് പോയി നോക്ക്. അങ്ങനെ ഒരാള് വന്നിട്ട് ആ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ ആ കുട്ടി ഒരു യതീമായ മോളാ. ആ പെൺകുട്ടി ഒരു യതീമ, ഒരു ചെറിയ പെൺകുട്ടിയെ യതീമ. ഉമ്മയാണെങ്കിൽ അവരും അല്ലാഹുവിനെ പേടിയുള്ളവരാ, ആ ഉമ്മയും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ. ആ ഉമ്മ പാലിൽ വെള്ളം ഒഴിക്കാൻ പറയാനുള്ള കാരണം, അവരുടെ വീട്ടിൽ ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പാല് കറന്നുകൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് അവര് പട്ടിണിയില്ലാതെ കഴിയണേ. കുറെ ദിവസമായിട്ട് ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയില്ല. ഒരാഴ്ചയായി അവർ ഭക്ഷണം കഴിച്ചത്. അപ്പോഴാണ് ഒരല്പം പാല് കിട്ടിയത്. അപ്പൊ ഉമ്മ മകളോട് പറഞ്ഞു, ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക്, വല്ലതും തിന്നാൻ കിട്ടില്ല, പട്ടിണിയാ, ഒരാഴ്ചയായിട്ട് നമ്മൾ പട്ടിണിയാ, ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ വല്ലതും കിട്ടിയ തിന്നാമല്ലോ. അപ്പോഴാണ് ആ മകള് പറയുന്നത്, അല്ലാഹ് ഞാൻ ചെയ്യൂല. ഉമർ തങ്ങൾ ഈ ചരിത്രം കേട്ടപ്പോ ഉമർ തങ്ങൾ നേരെ വീട്ടിൽ പോയി. രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്റെ വീട്ടിലേക്ക് പോയി. രണ്ട് ആമക്കളെയും വിളിച്ചു, രണ്ട് ആൺകുട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പെങ്കൊച്ചുണ്ട്, യതീമ, പൈസ ഒന്നുമില്ല, കൊട്ടാരമൊന്നുമില്ല, വലിയ ഗ്ലാമറൊന്നുമില്ലടാ, ഒരു യതീമായ മകളുണ്ട്, പക്ഷെ അവളുടെ ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ട്, എനിക്ക് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. മൃതങ്ങൾ പറയാ, എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പ്രായം ചെന്നതുകൊണ്ട് എനിക്ക് പറ്റൂല. മക്കളെ നിങ്ങൾ ആരെങ്കിലും കിട്ടുമോ? 1000 പെണ്ണ് കിട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾക്ക് പെൺകുട്ടികളെ കൊടുക്കാതെ ആ വീടിന്റെ മുന്നിൽ ആയിരക്കണക്കിന് പേര് വന്ന് കാത്തു നിൽക്കുന്നുണ്ടോ? ആ ഖലീഫ ഉമറാണ് തന്റെ ആ മക്കളോട് പറയുകയാണ്, യതീമാണ്, കൊട്ടാരമില്ല, സമ്പാദ്യമില്ല, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്, പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളയുണ്ട്. ആരാ കല്യാണം കഴിക്കുന്നത്? നിങ്ങളിൽ ആരാ കല്യാണം കഴിക്കുന്നത്? ഉമർ തങ്ങളുടെ മൂത്ത മകൻ പറയുകയാണ്, എനിക്ക് ദീനുള്ള ദിനമതി, എനിക്ക് അല്ലാഹുവിനെ പേടിയുള്ള ദിനമതി, പണമല്ല, സൗന്ദര്യമല്ല, എനിക്ക് വേണ്ടത് പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ്. ആ യതീമായ മകളെ ഉമർ തങ്ങളുടെ മകന് വിവാഹം കഴിക്കുകയാ. പരിഗണിച്ചത് ദീനാണ്, സൗന്ദര്യമല്ല, കൊട്ടാരമല്ല, പടച്ചവനെ അധികാരമല്ല, അറിയപ്പെടുന്ന കുടുംബമല്ല, യതീമായ ഒരു പെണ്ണുമോള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനവിടന്ന് വിവാഹം കഴിക്കുകയാ. പഠിക്കുമെങ്ങള്, പഠിക്കടാ ചെറുപ്പക്കാരാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയപ്പെടുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ച കരയും ചെറുപ്പക്കാരാ, ഏതൊരു മനുഷ്യനും കരഞ്ഞു പോകുന്നത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മരണമെടുക്കുകയാണ്. മഹാനവറുകൾ
തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണമെടുപ്പെന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പോയി കുളിക്കുകയാണ്. സ്വന്തമായി തവടന്ന് കുളിച്ച് വൃത്തിയായി മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ അതാ കഫൻ തുണിയും എടുത്തിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാൻ വേണ്ടി റൂമിന്റെ അകത്ത് കടന്നു വന്നു. മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്നു ഫാത്തിമ. തന്റെ ഭാര്യ വിളിക്കുകയാണ്, ഇങ്ങടുത്തു വാ ഫാത്തിമ, ഇങ്ങടുത്തു വാ ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ പോവുകയാണ്, എന്റെ മരണമെടുത്തിരിക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് ഞാൻ പൊരുത്തം തന്നിരിക്കുകയാണ്. പരസ്പരം യാത്ര പറയുകയാണ്, വസിയ്യത്തുകൾ ചെയ്യുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. എന്താണ് പറയുന്നത്? അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ ഇനി വല്ലതും പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടുന്നില്ല. ഫാത്തിമ കരയുകയാണ്, ഒന്നും പറയാനില്ല, കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എങ്കിൽ ഫാത്തിമ കരച്ചത് നിർത്ത്, വെളിയിലിറങ്ങ്, റൂമിന്റെ പുറത്തിറങ്ങ്, എന്നിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഞാൻ പുറത്തു പോകൂല, നിങ്ങളുടെ അവസാന സമയം, നിങ്ങളുടെ ചാരത്ത് നിൽക്കാൻ എനിക്ക് കിട്ടുന്ന അവസരമാണ്, എന്തിനാ നിങ്ങൾ എന്നെ പുറത്താക്കുന്നത്? ഫാത്തിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, ഉറപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, ليسوا بالناس ولا മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, നീ ഇവിടെ നിൽക്കല്ലേ, നീ ഇവിടെ നിൽക്കല്ലേ, എന്റെ അതിഥികൾക്ക് അതിഷ്ടമല്ല ഫാത്തിമ, അതുകൊണ്ട് നീ വെളിയിലിറങ്ങ്, ഒന്ന് വെളിയിലിറങ്ങ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അവസാനം വാതിലടച്ച് പുറത്തിറങ്ങി വാതിലടയ്ക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റൂമിന്റെ അകത്താണ്, ഫാത്തിമ റൂമിന്റെ പുറത്താണ്, കരയുകയാ. ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, ആരാ റബ്ബേ, എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാണ് റബ്ബേ? ഫാത്തിമയ്ക്ക് ക്ഷമയില്ലടോ, എന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ. ഫാത്തിമ ഓടി വരികയാണ്. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒടിഞ്ഞു നോക്കുകയാ, ഫാത്തിമ ഒടിഞ്ഞു നോക്കുകയാ. കേൾക്കുന്നതെന്തെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായീലിനോട് സലാം പറയുകയാണ്. മർഹബാ മർഹബാ വാസ്റായീലേ വാസ്റായീലേ. തന്റെ റൂഹ് വിളിക്കാമെന്ന മലക്കിനോട് അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. റബ്ബേ, ഫാത്തിമയ്ക്ക് മനസ്സിലായി മരിക്കാൻ പോവുകയാണെന്ന്. അസ്റായീൽ വന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്, ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. പടച്ചവനെ, എങ്ങനെയാണ് തന്റെ ഇക്ക മരിക്കുന്നത്? എങ്ങനെയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുന്നത്? ഭാര്യ കാണുകയാ, ഭാര്യ ഒളിഞ്ഞു നോക്കുകയാ. കാണുന്ന രംഗമെന്തെന്നറിയോ? ഖുർആനോതുന്നു പെങ്ങളെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖുർആനോതുകയാണ്. അസ്റായീൽ റൂഹ് പിടിക്കാൻ വന്നപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. അതും സാധാരണ ആയത്തല്ല. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? تلك الدار الآخرة نجعلها للذين
علوا في الأرض ولا فسادا والعاقبة للمتقين. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളോട് പറയുന്ന ഫാത്തിമ ഫാത്തിമ വൽആഖിബത്തു ലിൽമുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽമുത്തഖീൻ. ഖുർആനായത്തോടുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമ പറയുകയാണ്. പിന്നെ അനക്കമില്ല, തനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്. വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന് തുണിയെന്ന് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു പുഞ്ചിരിയെന്നറിയോ, എന്തൊരു മരണമാ അല്ലാഹ്, എന്തൊരു മരണമാ അല്ലാഹ്. പടച്ചവനെ നാട് മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും കടന്നു വരികയാണ്. കണ്ടവർ പറയുന്നു എന്ത് മരണമാണ് പടച്ചവര്, എന്തൊരു പ്രകാശമാണ് പടച്ചവര്, എന്തൊരു സുഗന്ധമാണ് റബ്ബേ. മയ്യത്ത് കാണാമെന്നവർ മുഴുവനും പറയുകയാണ്. അബ്ദുൽ അസീസ് തങ്ങളുടെ മയ്യത്ത് കൊടുപ്പിച്ചു. അവിടെ നിന്ന് കഫൻ പൊതിഞ്ഞു, പള്ളിയിലേക്ക് കൊണ്ടുപോയി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് എടുത്തു വെച്ചു. എല്ലാവരും വന്നിട്ട് നോടുകയാണ്. ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ലടോ, ഒരാളും പോകുന്നില്ല. എല്ലാവരും പള്ളിയുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തേ പോകാത്തത്, എന്തൊരു മരണമാ അല്ലാഹ്, ഇതെന്തൊരു മരണമാ അല്ലാഹ്. എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. അവസാനം അവരൊരു തീരുമാനമെടുത്തു. ഇങ്ങനെ ഒരു മരണം കിട്ടാനുള്ള കാരണം അറിയണമല്ലോ. രണ്ടാമതും പോവുകയാണ്. ആ ജനാസ എടുത്തുകൊണ്ട് വന്ന വീട്ടിലേക്ക് ആ നാട്ടുകാർ മുഴുവനും കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് വിളിക്കുമ്പോൾ ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാം, വല്ലാത്ത വേദനയിലാണെന്നറിയാം, ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാം, ഇരിക്കുകയാണെന്നറിയാം. സങ്കടപ്പെടുത്താൻ വന്നതല്ല ഫാത്തിമ, വേദനിപ്പിക്കാൻ വന്നതല്ല. നിന്റെ ഭർത്താവിന്റെ ജനാസ കവലിറക്കി വെച്ചിട്ട് ഈ നാട്ടുകാരിൽ മുഴുവനും ഒരേ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ് ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയോ, നിന്റെ ഭർത്താവ് മരിച്ചത് ഖുർആൻ ഓതിയല്ല, നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ട, നിന്റെ ഭർത്താവ് മരിച്ചത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട. എന്തൊരു സുഗന്ധമായിരുന്നു ഫാത്തിമ. മയ്യത്ത് കൊടുപ്പിച്ചവരും മയ്യത്ത് പൊതിഞ്ഞവരും മയ്യത്ത് ചുമന്നവരും മയ്യത്ത് ഖബറിളക്കിയവരും എല്ലാവരും പറയുന്ന വല്ലാത്ത സുഗന്ധമാണെന്ന്. ഒരു ഭർത്താവ് സ്വർഗമുണ്ട്, ഒരു ഭാര്യക്ക് സ്വർഗമുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭാര്യക്കും ഭർത്താവിനും എന്നറിയുമോ? എഴുന്നേൽക്കുകയാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഈ പള്ളിയിൽ നിന്ന്
സുബഹി ബാങ്ക് വിളിച്ചു, എഴുന്നേറ്റു, ഭർത്താവിനെ വിളിച്ചു, എഴുന്നേക്കുന്നില്ല, പോയിട്ട് ഒതുവെടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോഴും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടക്കുകയാ. ഒതുവെടുത്ത വെള്ളമുണ്ടല്ലോ, പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിച്ച എന്ന് വിളിച്ചുണർത്തുന്ന പെണ്ണേ, നിസ്കരിക്കാതെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ, നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്ന ഭർത്താവേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കാൻ ആ വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് കൊടയണം, എന്നിട്ട് വിളിച്ചുണർത്തണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയും, എന്റെ പൊന്നു സിറാജ് ഉസ്താദേ, അങ്ങനെങ്ങാണ് ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടൊഴിച്ച അന്ന് എനിക്ക് കബറ് വെട്ടേണ്ടി വരും. കാരണം അതാവസ്ഥ. പിന്നെ എങ്ങനെ ഞാൻ പേച്ചിക്ക് മരപ്പട്ടി കൂട്ടി ആരെങ്കിലും എഴുന്നേറ്റാലല്ലേ വെള്ളം ഒഴിക്കാൻ പറ്റും. ഭാര്യയോ ഭർത്താവോ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് പള്ളി വരുന്നോ പോലും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വരുന്നവൻ പോലും ബാങ്ക് വിളി കേൾക്കാറില്ല. 5:15 അലാറം വെച്ചിട്ട് കിടക്കുക, ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റ് വരിക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ മക്കളെ നീ മാത്രം നിസ്കരിച്ചാൽ പോരാ, നിന്റെ മകൻ നിസ്കരിക്കണം, നിന്റെ മകൾ നിസ്കരിക്കണം, നിന്റെ ഭാര്യ നിസ്കരിക്കണം. നിന്റെ വീടിനകത്ത് കിടക്കുന്നവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ പറയൂ ഉസ്താദേ, പറഞ്ഞു മടുത്തു ഉസ്താദേ, എത്ര വിളിച്ചാലും കേൾക്കില്ല. ആരാ പറഞ്ഞേ? എടാ, ഏത് നിസ്കരിക്കാത്തവരെയും നിസ്കരിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അടിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അടുത്തു പോയിരുന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ മതി. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളിന്റെ അടുത്ത് പോയിരുന്നിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ ഭർത്താവ് നിസ്കരിക്കത്തില്ലെങ്കിൽ, നിന്റെ മക്കൾ നിസ്കരിക്കത്തില്ലെങ്കിൽ, അവരുടെ അടുക്കൽ പോയിരുന്നിട്ട് ഞാൻ പറയണ ഒരു ആയത്ത് ഓതിക്കൊടു. അറബി അറിയത്തില്ല, അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഖുർആനിലെ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞേരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ട, എന്റെ വിഷയമല്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയില്ലെങ്കിൽ ബാക്കി പറയും. വേണോ വേണ്ടേ? കൈവക്ക് പോകട്ടെ. വേണ്ട ഉസ്താദേ, പാപ്പ നാളെ വന്നിരുന്നിട്ട് പേടിക്കണ്ട, മരണത്തിന്റെ ആയത്തൊന്നും അല്ല, എന്നെ പള്ളിക്കുഴി കൊണ്ടുപോകുന്ന ആയത്തൊന്നും അല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങൾ ചില ദിവസം തന്റെ മകനെ വിളിക്കുമ്പോൾ ഉറങ്ങും. മക്കളല്ലേ ഉറങ്ങൂപ്പ. ചില ദിവസം സുബഹിക്ക് പള്ളിയിൽ പോകാൻ നേരത്തെ വിളിക്കുമ്പോ ഉറക്കം വരുന്നപ്പോ വയ്യുപ്പ എന്നെ ഉമർ തങ്ങൾ അടുത്തിരുന്നിട്ട് ഓതി കൊടുക്കും ഈ ആയത്തിൽ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതായത്തെന്നറിയുമോ? സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ട്. അതിനകത്തുള്ള ഒരായത്താണ്. അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. 132ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ نسألك رزقا نحن نرزقك والعاقبة للتقوى. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുണ്ടല്ലോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പറയണം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാ,
ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കും, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, എഴുന്നേറ്റ് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ തങ്ങൾ എന്താ പറയണേ? മോനെ 5 നേരം എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഒരുത്തന്റെ മുന്നിലും തെണ്ടണ്ട, യാചിക്കാൻ പോകണ്ട, കഞ്ചാവ് കച്ചവടം നടത്തണ്ട, ലോട്ടറി എടുക്കണ്ട, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി നോക്കണ്ട, മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ഹലാലായ ഭക്ഷണം കഴിക്കണോ, അല്ലാഹു തരും, നിസ്കരിച്ചാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്തു പറയും? പഠിക്കണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 55 വയസ്സുകാരനോടല്ല, 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നവനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, ഫുൾ A+ വാങ്ങിച്ച് ഏറ്റവും വലിയ മാർക്ക് വാങ്ങിച്ച് ജയിക്കണം, നല്ല ജോലിയിൽ കയറണം, നല്ല ശമ്പളം കിട്ടണം, നല്ല ശമ്പളം കിട്ടിയാലേ നല്ല ജീവിതം കിട്ടൂ. എടാ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇപ്പൊ മയക്കുമരുന്ന് കച്ചവടമല്ലേ മോനെ, കഞ്ചാവ് കച്ചവടമല്ലേ മോനെ? എങ്ങനെ നിന്റെ മോനെ നശിപ്പിച്ചത് നിന്റെ ആർത്തിയാ പെങ്ങളെ, നീയാ പഠിപ്പിച്ചത്. പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് ആ ചെറിയ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആ വിഷം കുത്തിവെച്ചു കൊടുത്തത് നീയാ നിന്റെ മക്കളെ പഴപ്പിച്ചത്. അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്ക. കഞ്ചാവ് ഒരു ചെറുപ്പം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മയക്കുമരുന്നിനെ കുറിച്ച് പറയണേ. എന്തിനാ അപ്പൊ ഞാൻ തല്ലുകൊള്ളാം? കഞ്ചാവ് കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, കൂടിയ ഇച്ചവ കച്ചവടം ചെയ്യുന്ന മോൻ എളുപ്പം പൈസ ഉണ്ടാക്കാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തത്? നിന്റെ പെണ്ണുപിള്ള. എന്നാ ഉമർ തങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ 5 നേരം നിസ്കരിക്കും. അല്ല പറഞ്ഞു പറയൂല, നീയല്ല ഉണ്ടാക്കണം, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞ ഉടനെ മക്കൾ ചാടി എഴുന്നേൽക്കൂല. രണ്ടാമത് പറഞ്ഞു കൊടുക്കണം, നല്ല മരണം വേണം. കണ്ണ് തെള്ളി പതയും വരയും ഒളിപ്പിച്ച് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തി കാഫിറിനെ പോലെ ചാകണോ, അതോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചുണ്ടിൽ പുഞ്ചിരിയുമായി പ്രകാശിക്കുന്ന മുഖവുമായി നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് വെള്ളിയാടിച്ച ജുമഅയ്ക്ക് വരുന്നവര് മുഴുവനും മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു നല്ല മരണം നിനക്ക് വേണോ? എഴുന്നേറ്റ് നിസ്കരിക്കുക. ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോടാ. നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയുന്ന ഒരു മരണം നിനക്ക് വേണോ? നിസ്കരിക്കുക. ഇത് പറഞ്ഞു നോക്കണം. ഏതുറക്കവും ഏത് നിസ്കരിക്കാത്തവനും എഴുന്നേറ്റ് നിസ്കരിക്കും. കാരണം മരണത്തിനാണ് പേടിയ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞു നോക്ക്. ഇത് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ തലയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയേറെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് നന്നാകാത്തവനെ എന്ത് പറയാനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പരലോകത്ത് നാണം കെട്ടു വരുന്ന രണ്ടാമത്തെ വിഭാഗം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ വിഭാഗമാരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പരലോകത്ത് കടന്നു വരുന്ന 3ാമത്തെ വൃത്തികെട്ടവരാരെന്നറിയോ? രണ്ട് മുഖമുള്ളവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ കൂടുമ്പോൾ, ഒരു വിഭാഗം ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ, പടച്ചവനെ ഞാൻ
നിങ്ങളുടെ ആളാണ്, ഞാൻ നിങ്ങളുടെ ആളാണ്. പടച്ചവനെ അവര് പിരിഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ വിഭാഗത്തെ കാണുമ്പോ അവരുടെ കൂടെ കൂടിയിട്ട് പടച്ചവനെ ഇവരെ കുറ്റം പറയുകയാ. ഇങ്ങനെ രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, ഇങ്ങനെ രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ കാണുമ്പോ പറയും, പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോ പറയാം, ഉസ്താദേ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമായി ഈ നാട് നന്നായത്. നിങ്ങളെ പറയണില്ല, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞോളാം. ഉസ്താദെ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. നിങ്ങളെപ്പോലെ ഒരു ഇമാമില്ല. നിങ്ങളെ കാണുമ്പോ തന്നെ മുഖത്ത് ഈമാനിന്റെ പ്രകാശവ, നിങ്ങളെ കാണുമ്പോ തന്നെ ഖബർ ഓർമ്മ വരും. അങ്ങനെ ഉസ്താദിനെ ഉസ്താദ് എല്ലാം കേട്ടിട്ട് അങ്ങോട്ട് തിരിയുമ്പോ അടുത്തവനെ കാണുമ്പോ ഇവനെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമ്പോ മുഖത്ത് നോക്കിയിട്ട് നല്ലത് പറയും, അങ്ങോട്ട് മാറിയിട്ട് എതിര് പറയും. പടച്ചവനെ രണ്ട് മുഖം കാണിക്കുക, കാണുമ്പോ ജീവിക്കുകയും ചെയ്യും, മാറുമ്പോ ഉള്ളിനകത്ത് വിഷം വെച്ചുകൊണ്ട് നടക്കുക, തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചില വിഭാഗമുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പരന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ജനങ്ങളിൽ, നാളെ പരലോകത്ത് വരുന്ന ജനങ്ങളിൽ ഏറ്റവും നശിച്ചവനാരെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നവരിൽ വെച്ച് ഏറ്റവും നീചനായ, ഏറ്റവും വൃത്തികെട്ടവനായ മനുഷ്യനാരെന്നറിയോ? അത് ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവര് പരലോകത്ത് വരുന്ന രംഗം എങ്ങനെയെന്നറിയോ? യേശുനി പറയുന്നവര്, പരദൂഷണം പറയുന്നവര്, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവര്, പച്ചയിറച്ചി തിന്നുന്നവര്, ഫിത്ന ഉണ്ടാക്കുന്നവര്, അല്ലാഹു